ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴമേറിയതാണെന്നും ജ്വലിച്ചു നിൽക്കുന്ന ഈ സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വലുതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2030 വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി 8 കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. കുടിയേറ്റം, തൊഴിൽ എന്നിവയിൽ 2 കരാറുകളും ആരോഗ്യം, ഷിപ്പിംഗ് എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിലും ധാരണയായി. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദിശാബോധവും കാഴ്ചപ്പാടും ഇന്ത്യയുമായുള്ള ബന്ധത്തെ വളർത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിയെന്നും പുടിൻ ഇന്ത്യയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല നരേന്ദ്രമോദിയെന്നും മോദിയെപ്പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. മോദിയും താനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണുള്ളത്. സാമ്പത്തിക സഹകരണം, പ്രതിരോധം, മാനുഷിക ബന്ധങ്ങൾ, ഉയർന്ന സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ മോദി പ്രതിജ്ഞാബദ്ധനാണെന്ന് പുടിൻ പറഞ്ഞു. മോദിയെ കാണുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വസിക്കാവുന്ന സുഹൃത്ത് എന്നാണ് പുടിൻ മോദിയെ വിശേഷിപ്പിച്ചത്. താൻ ഏറെ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെന്നും ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ പോലൊരു നേതാവെന്നും അദ്ദേഹം ഇന്ത്യക്കായാണ് ജീവിക്കുന്നതെന്നും പുടിൻ പ്രശംസിച്ചു. മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് പുടിൻ ആവർത്തിച്ചു. അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതേ അവകാശം ഇന്ത്യക്കുമുണ്ടെന്ന് പുടിൻ പറഞ്ഞു. ഇരട്ട തീരുവടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണെന്നും പുടിൻ കുറ്റപ്പെടുത്തി. ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ യുക്രൈനെതിരായ യുദ്ധം നിർത്തൂ എന്നും പുടിൻ പറഞ്ഞു. മോസ്കോയിൽ വെച്ച് മോദിയും പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് പുടിൻ ഓർത്തെടുത്തു. അന്ന് അദ്ദേഹം ഇവിടെ വരികയും എന്റെ വീട്ടിലിരുന്ന് ചായ കുടിക്കുകയും ഒക്കെ ചെയ്തു. രാത്രി മുഴുവൻ ഞങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അതൊരു നല്ല അനുഭവമായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയത്. മോദി പുടിനെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇരുവരും ആലിംഗനം ചെയ്ത് സ്നേഹം പങ്കിട്ടു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ കാറിൽ മോദിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്രയായി. അവിടെ വെച്ച് പുടിനു വേണ്ടി ഒരു സ്വകാര്യ വിരുന്ന് ഒരുക്കിയിരുന്നു. ഇതിനു മുൻപ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ വെച്ച് ചൈനയിലെ ടിയാൻജിനിൽ വെച്ച് മോദിയും പുടിനും കണ്ടുമുട്ടിയിരുന്നു. അന്ന് പുടിൻ സ്വന്തം കാറിൽ മോദിയെ കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു. അമേരിക്ക ഇന്ത്യയുടെ മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയ സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഇത് ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. 8 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ബന്ധമാണ് ഉള്ളത്. ലോകരാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കിടയിലും ഈ ബന്ധം നിലനിർത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.